لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب إلى ربك فارغب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله العلي العظيم عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അമീർ സാഹിബ് അവരുകളെ, സ്നേഹമുള്ള ഭ്രാതാക്കളെ, ശ്രോതാക്കളെ, ഒരുപുതരായ ഈ ഏഴോ നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെയും മിനിയാന്നുമായി പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഹസ്രത്ത് മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളിലും സത്യവാനാണ് എന്ന് വിവരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവിൻ്റെ സത്യസാക്ഷ്യം വസ്തുനിഷ്ഠമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യം, ആ മഹാത്മാവ് എന്തിനായിട്ടാണ് വന്നത്, അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്, മനുഷ്യലോകത്തിന് അദ്ദേഹം എന്ത് സംഭാവന ചെയ്തു, നമ്മൾക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഈ കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി പരിമിതമായ സമയത്തിൽ വിവരിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മഹ്മൂദ് മൗലവി സാഹിബ് പ്രസംഗത്തിൽ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ കാർത്തിക നക്ഷത്രത്തിൽ ഉയർന്നു പോകുന്ന കാലം വരും എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസ് അദ്ദേഹം കേൾപ്പിച്ചിട്ടുണ്ട്. ലൗ കാനൽ ഖുർആൻ മുഅല്ലഖൻ ബിസുറയ്യ ലനാലുഹു റജുലുൻ മിൻ അബ്നാഇ ഫാരിസ്. വിശുദ്ധ ഖുർആൻ സുറയ്യ കാർത്തിക നക്ഷത്രത്തിലേക്ക് ഉയർന്നു പോകും. ആ ഖുർആൻ രണ്ടാമതും പാർസി വംശജനായ ഒരാൾ ഭൂമിയിൽ കൊണ്ടുവന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കും, പ്രതിഷ്ഠിക്കും, മനുഷ്യ പ്രവർത്തനങ്ങളിൽ പ്രതിഷ്ഠിക്കും. ആ പ്രവൃത്തിയാണ് വാഗ്ദത്ത മസീഹിന് ചെയ്യാനുള്ളത്. ഖുർആൻ തന്നെ പറയുന്നു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ. സൂറ ബനി ഇസ്രായീൽ പറയുന്നു, വഖാല റസൂൽ പറയുന്നു, യാ റബ്ബി, എൻ്റെ രക്ഷിതാവ്, ഇന്ന ഖൗമി, തീർച്ചയായും എൻ്റെ സമുദായം, ഈ ഖുർആനെ പിൻപുറത്തേക്ക്, അകഞ്ഞ കോടിയിലേക്ക്, അവഗണിലേക്ക് തള്ളിവിട്ടേക്കുമല്ലോ, വിട്ടുകളയുമോ എന്ന് ആശങ്കപ്പെടുണ്ടായി. ഇപ്പൊ ഖുർആൻ കൈയൊഴിക്കുന്ന കാലം വരും, സുന്നത്തും കൈയൊഴിക്കുന്ന കാലം വരും. സാധാരണ
ഉൽപ്പതിഷ്ണു പണ്ഡിതന്മാർ പറയാറുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ വെച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് തറക്തു ഫീക്കും അംറൈനി ലൻ തദിലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത്ത് റസൂലിഹി. രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ പോവുകയാണ്. അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വസിയത്താണ്. അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലം വരെ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. ബിഹിമാ കിതാബല്ലാഹി വ സുന്നത്ത് റസൂലിഹി, അത് അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. ആ കിതാബ് കൈവിടുന്ന ഖുർആനിൽ തന്നെ റസൂൽ പറഞ്ഞാൽ പറയുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് കാർത്തിയാശത്തിലേക്ക് വരുന്നു പോകും. മറ്റൊരു ഹദീസിൽ പറയുന്നു, യൽക്കി അലന്നാസിലമായി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസൂൽ. അന്ന് ഇസ്ലാമിന്റെ നാമങ്ങൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ, ഖുർആനിൽ അക്ഷരങ്ങൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ, അതിലൊന്നും ഉണ്ടാവുകയില്ല. എന്താണ് ഖുർആൻ? മനുഷ്യവംശത്തിന് അല്ലാഹു അവരുടെ റഹ്മാനിയത്തിന്റെ പരമമായ ആത്യന്തികമായ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാണ് ഖുർആൻ. സൂറ റഹ്മാന്റെ തുടക്കത്തിൽ അല്ലാഹുവാണ് പറയുന്നത്, അർ-റഹ്മാനു അല്ലൽ ഖുർആൻ. അർ-റഹ്മാനാണ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മാനിയത്താണ് മനുഷ്യവംശത്തിന് ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളത്. അതാണ് പരമമായ ആത്യന്തികമായ അല്ലാഹുവിന്റെ റഹ്മാനിയത്തിന്റെ പ്രകടനം. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഒരു മഹാപുരുഷനെ, ഒരു മനുഷ്യനെ അദ്ദേഹം സൃഷ്ടിച്ചു. അൽ ഇൻസാൻ സാധാരണ മനുഷ്യനല്ല, ഒരു മഹാപുരുഷൻ, ഒരു യുഗപുരുഷൻ. ആ പുരുഷനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, ആ മനുഷ്യനെ ഇതിന്റെ വിശദീകരണം പഠിപ്പിച്ചു. ആ മനുഷ്യനാണ് ഹദ്റത്ത് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി വസല്ലം. തുടർന്നതായിട്ട് പറയുന്നത് വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും നിർണയിക്കപ്പെട്ട സഞ്ചാരപഥങ്ങളുണ്ട്, ഭ്രമണപഥങ്ങളുണ്ട്. സൂര്യന്റെ ഭ്രമണപഥം അതുപോലെ ചന്ദ്രന്റെ ഭ്രമണപഥം രണ്ടാണ്. ആത്മീയ പ്രപഞ്ചത്തിലെ സൂര്യൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയാണ്. സിറാജുൽ മുനീറ, പ്രകാശിപ്പിക്കുന്ന സൂര്യൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭ്രമണപഥമാണ് 6-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ സൂര്യന്റെ ചന്ദ്രന്റെ ഭ്രമണപഥം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം പുറത്തു വരേണ്ടത്. കാരണം ആ സൂര്യന്റെ 14 നൂറ്റാണ്ടിന് ശേഷമാണ് ഇതിന്റെ ജ്ഞാനം വരേണ്ട കാലം. മൂസാ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന തൗറാത്തിന്റെ വിശദീകരണം 14 നൂറ്റാണ്ടിന് ശേഷമാണ് ഈസാ അലൈഹി ഇസ്ലാം നൽകിയത്. അതാണ് ജീവൻ പറയുന്നത്. ഖുർആൻ പറയുന്നു, വആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുലി വആതൈനാ ഈസാ ഇബ്നു മറിയം ബയ്യാനത്ത്. മൂസാക്ക് നാം കിതാബ് നൽകി, നിരന്തരം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അതിനെ നിലനിർത്തി. വആതൈനാ ഈസാ ഇബ്നു മറിയം ബയ്യാനത്ത്. ഈസാ ഇബ്നു മറിയമിന് അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ വിശദീകരണം നൽകി. അത് 14-ാം നൂറ്റാണ്ടിലാണ്. അതുപോലെ ഈ ഉമ്മത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന വിശുദ്ധ ഖുർആൻ ഇറക്കി. ആ ഖുർആൻ നിലനിർത്താൻ വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല മുജദ്ദിദീങ്ങളെ അയച്ചു. അത് ഹദീസ് നില കൽപ്പിച്ചതാണ്. ഇന്നല്ലാഹു യബഅസു അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. ഈ ഉമ്മത്തിൽ ഓരോ നൂറ്റാണ്ടിലും ദിവ്യമിത്രായ പരിഷ്കർത്താക്കളായിരിക്കും. അവസാനം മസീഹ് വരും. ഈ 12 നൂറ്റാണ്ട് മുജദ്ദിദീങ്ങൾ വന്നു. 12 നൂറ്റാണ്ടിലെ മുജദ്ദിദീങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ മുഹമ്മദ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ശേഷം ഈസാ നബി വരെ വന്ന അമ്പിയാക്കന്മാരുടെ സദൃശരാണ്. അതാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്, ഉലമാ ഉമ്മത്തി അമ്പിയായി ബനി ഇസ്രായീൽ.
എൻ്റെ ഉമ്മത്തിൻ്റെ ഉലമാക്കന്മാർ, ഉമ്മത്തിനെ നയിക്കുന്ന ഉലമാക്കന്മാർ ബനി ഇസ്രായേൽ പ്രവാചകന്മാർ തുല്യരാണ്. അവിടെ 12 നബിമാർ വന്നു ഈസാ നബിൻ്റെ അടുക്കായിട്ട്. ഇവിടെ 12 മുജദ്ദീങ്ങൾ വന്നു, അവർക്ക് തുല്യരായിട്ടില്ല. പിന്നീട് വരേണ്ടത് ഭാഗത്തെ മസീഹാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ട് ഒരു ഹദീസിൽ പറയുന്നു, ഇബ്നു മാജയിലുള്ളതാണ്. കൈഫ തഹ്ലികു ഉമ്മത്ത്, എൻ്റെ സമുദായം എങ്ങനെ നശിക്കും? അനഫി അവലിഹ, അതിൻ്റെ ആദ്യത്തിൽ അതിൻ്റെ അമരക്കാരനായി നായകനായി ഞാനുണ്ട്. വൽ മസീഹുൽ മറിയം ഫി ആഖിരിഹ, അതിൻ്റെ അവസാനത്തിൽ ഒരു ഭാഗത്തിൽപ്പെട്ട മസീഹ്. ബൈനഹുമാ 12 ഖലഫാ, ഇത് രണ്ടിനും ഇടയിൽ 12 ഖലീഫമാരുണ്ട്. അപ്പോൾ ആ 12 ഖലീഫമാർക്ക് ശേഷം, റസൂൽ തിരുമേനിയുടെ ശേഷം 14-ാം നൂറ്റാണ്ടിലാണ് പരിപൂർണ ചന്ദ്രൻ വെളിപ്പെടേണ്ടത്. 14-ാം രാവിലാണ് പൗർണമി ചന്ദ്രൻ വെളിപ്പെടാറുള്ളത്. അല്ലാഹുവിന്റെ 14-ാം രാവ് 14-ാം നൂറ്റാണ്ടാണ്. ഈ ഹദീസ് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വസമാഇലാത്തി ബുറൂജ്, നക്ഷത്ര രാശിയുള്ള ആകാശം സാക്ഷി. നക്ഷത്ര രാശികൾ 12ആണ്. ഈ 12 രാശിയുടെ അടിസ്ഥാനത്തിലാണ് നാം നക്ഷത്ര വർഷം കണക്കാക്കുന്നത്. മലയാള വർഷം, ശകവർഷം, തമിഴ് വർഷം, കന്നഡ വർഷക്കാരൻ. അപ്പൊ ആത്മീയ സൗരയൂഥത്തിൽ 12 രാശികളുണ്ട്. ആത്മീയ സൗരയൂഥത്തിലെ സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം 12 രാശികളുണ്ട്, അവർ നക്ഷത്രങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ കുറിച്ച് റസൂൽ പിന്നെ പറഞ്ഞത് അസ്ഹാബി കന്നുജൂം എന്നാണ്. എൻ്റെ അസ്ഹാബിമാരുടെ നക്ഷത്രങ്ങളാണ്. റസൂൽ തിരുമേനി സൂര്യനിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് പ്രകാശിച്ചവരാണ്. അതേ പ്രകാരം പ്രകാശിച്ചവരാണ് ഓരോ നൂറ്റാണ്ട് വന്ന മുജദ്ദിദീങ്ങളും ഇമാമുകളും കുത്തുബുസ്സമാനുകളും. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? 12 രാശിക്ക് ശേഷം പറഞ്ഞ വൽ യൗമിൽ മൗദ്, വാഗ്ദത്ത കാലഘട്ടമാണ്. ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ ആഗമനത്തെക്കുറിച്ച്, ഒരു പരിപൂർണ ചന്ദ്രന്റെ ഒഴിവാണത്തെക്കുറിച്ച് നാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രവചനത്തിന്റെയും വാഗ്ദാനത്തിന്റെയും കാലഘട്ടമാണ്. അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിൽ 12 രാശികൾക്ക് ശേഷം, 12 നൂറ്റാണ്ടിന് ശേഷം, റസൂലിന്റെ കാലം അടക്കം 13 നൂറ്റാണ്ടിന് ശേഷം 14-ാം നൂറ്റാണ്ടിൽ ആ പൂർണ്ണ വെളിപ്പെടണം. അദ്ദേഹം വരുന്നത് അല്ലാഹുവിന്റെ റഹ്മാനിയത്തിന്റെ പരമമായ പ്രകടനമായ വിശുദ്ധ ഖുർആന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതിൽ ലിപി മാത്രം ശേഷിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം വന്നത്. ഇന്ന് ഖുർആനിൽ ലിപി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, അഹ്ലുൽ ഖുർആൻകാർ വാദിച്ച ഖുർആന്റെ 5 നേരം നമസ്കാരം ഇല്ല. ഇന്ന് ഞാൻ വേദദർശനം എന്നുള്ള പുസ്തകം വായിക്കുക, മാസിക. അതിൽ പറഞ്ഞിരിക്കുന്ന ഖുർആനിൽ നിസ്കാരം തന്നെ ഇല്ല, നോമ്പുമില്ല, ഹജ്ജുമില്ല. പിന്നെന്താ ഖുർആനിലുള്ളത്? ഖുർആനിൽ നബിയുടെ സുന്നത്തില്ല. ഖുർആനിൽ ഇങ്ങനെ പലതുമില്ല. പിന്നെ ഖുർആൻ എന്തിനാണ്? അതാണ് റസൂലിന് വേണ്ടി പറഞ്ഞത്, ഖുർആനിൽ അക്ഷരങ്ങൾ മാത്രം ശേഷിക്കും. ഈ കാലഘട്ടത്തിൽ ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വന്നു. എന്താണ് ഖുർആൻ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് നാം വിശ്വസിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അവൻ പരിധിയും പരിധിയുമില്ലാത്തവനാണ് എന്നാണ്. പരിധിയും പരിധിയുമില്ലാത്തൊരു അസ്തിത്വത്തിന്റെ പ്രതികരണങ്ങൾക്കും പരിധി ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതികരണങ്ങൾക്ക് പരിധിയില്ല. അവന്റെ വചനമാകട്ടെ, ശബ്ദമാകട്ടെ, ചലനമാകട്ടെ, പ്രഭാവമാകട്ടെ, ഒന്നിനും പരിധിയില്ല. ആ പരിധിയില്ലാത്ത അവന്റെ കലാമായിരിക്കുന്ന ഖുർആൻ എങ്ങനെ പരിധി ഉണ്ടാവും?
അത് വേറെ മഹദൂദാണ്, പരിധിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറ കഹ്ഫിൽ തന്നെ അല്ലാഹു പറയുന്നു, ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹർ ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദ. നബിയെ താങ്കൾ പറയുക, സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും അത് വറ്റിപ്പോകും. അത്രയും സമുദ്രം വീട് ഉത്പാദിപ്പിച്ചാലും ലനഫിദൽ ബഹർ ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, ഏകരക്ഷിതാവിന്റെ വചനങ്ങൾ ഉപയോഗിക്കുന്നതിന് തീരുന്നതിന് മുമ്പേ അത് വറ്റിപ്പോകും. പല ജീനാബിസ്ലിയും അത്രയും സമുദ്രം ഉത്പാദിപ്പിച്ചാലും അത് തീരുകയില്ല, പരിധിയില്ല. അത് ഇമാം അലി റളിയല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണ്. ആ ഒരു ആയത്തിന് ഞാൻ തഫ്സീർ എഴുതുകയാണെങ്കിൽ അത് ഇന്ന് എഴുതുകയാണെങ്കിൽ അത് 70 ഒറ്റങ്ങൾ വഹിക്കാനുണ്ടാവും. ഈ ഖുർആന് നമ്മുടെ മതപണ്ഡിതന്മാർ പറയുന്നു അത് ചണ്ടിയായിപ്പോയി. മുമ്പുള്ള മുഫസ്സിരീങ്ങൾ എന്ത് പറഞ്ഞാൽ അതേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. ഇന്നേവരെ എഴുതപ്പെട്ട പ്രസിദ്ധീകരണങ്ങളെല്ലാം അങ്ങനെ മൗലസായി പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയാൽ 100 ലിറ്റർ മഷിക്കേണ്ടിരിക്കുന്നു. സമുദ്രം തീർന്നു പോയോ? ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം നാം വലിച്ചെറിയുന്ന വേസ്റ്റ് സാധനങ്ങൾ, മൂല്യമില്ലാത്ത വസ്തുക്കൾ, ആ വസ്തുക്കളിൽ നിന്ന് മൂല്യമുള്ള പദാർത്ഥങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കാലഘട്ടമാണ് നാം ജീവിക്കുന്നത്. ചാണകം മുമ്പ് വളമിടാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതിനാണ് നമ്മൾ ഗോബർ ഗ്യാസ് ഉത്പാദിപ്പിക്കുന്നത്. മുറിക്ക് മരം ഒന്നിനും പറ്റാത്ത മരമാണ്. വറുകത്തിക്കാൻ വേണ്ടി പറ്റില്ല, അരപ്പണിക്കും പറ്റില്ല. ആ മരം കൊണ്ടാണ് പോളിസ്റ്റർ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. മുരിക്ക ചീത്ത വല്ല മുരിക്കല്ല, ഒന്നും കൊള്ളാത്തതെന്നതിൻ്റെ അർത്ഥം. ഈ വേസ്റ്റ് സാധുക്കളിൽ, ഈ വസ്തുക്കളിൽ നിന്ന് ഇത്രയും മൂല്യമുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു അള്ളാന്റെ കലാമിൽ ഒന്നും കിട്ടാനില്ല, അതൊക്കെ തീർന്നു പോയിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പാശ്ചാത്യ പണ്ഡിതന്മാരും ഓറിയന്റലിസ്റ്റുകളും എല്ലാം എഴുതിയിരിക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബിക്കാണ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഒരു അഡ്രസ് നമുക്ക് ഖുർആൻ നൽകുന്നില്ല. ഖുർആൻ ഏതൊരു പ്രവാചകനിൽ ഇറങ്ങിയോ, ഏതൊരു പ്രവാചകനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്നുവോ, ഏതൊരാൾ ഖുർആന്റെ വക്താവും പ്രയോക്താവുമായിരുന്നുവോ ആ പ്രവാചകന്റെ ചരിത്രം ഖുർആനിലില്ല. മറ്റെല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനമില്ലാത്ത യൂസുഫ് നബിയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ പ്രതിപാദിക്കുന്നു പൂർവ്വമായിട്ട്. എന്നാൽ മുഹമ്മദിന്റെ ചരിത്രം ഖുർആനില്ല. മുഹമ്മദിന്റെ പേര് പോലും ഖുർആൻ 4 പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേലി പ്രവാചകന്മാരെ ആവർത്തിച്ചാവശ്യം ഖുർആൻ പറയുന്നു. ജീസസിനെയും മോസസിനെയും അബ്രഹാമിനെയും ദാവീദിനെയും സോളമനെയും ഒക്കെ ആവർത്തിച്ചാവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് ഖുർആൻ പേരില്ല. ഖുർആനിൽ മുഹമ്മദിന്റെ ചരിത്രം പറയുന്നില്ല. മുഹമ്മദിന്റെ ജീവിതം ഖുർആനായിരുന്നു എന്ന് ആയിഷ പറഞ്ഞ നിവേദനം പറയുന്നു. ഈ അടുത്ത് സുലൈമാൻ പാതിരിയോട് പറയുന്നുണ്ട്, നബിയുടെ ഖുർആൻ ജീവിതം ഖുർആനായിരുന്നു എന്ന് ആയിഷ പറഞ്ഞ തെളിവാവുള്ളത്. എന്നാൽ നമ്മുടെ ചോദ്യം അതല്ല, നബിയുടെ ജീവിതം ഖുർആനിലുണ്ടോ എന്നുള്ളതാണ്. അഹ്മദിയ ജമാഅത്തിന്റെ ദിവ്യസ്ഥാപകരായ ഹസ്രത്ത് അബ്ദുൽ ഖാദിയാനി ഇസ്ഹാഖ് വസ്ലാമും അദ്ദേഹത്തിന്റെ ഖലീഫമാരും അല്ലാതെ ആരും തന്നെ ഖുർആൻ നബിയുടെ ചരിത്രം എടുത്തുദ്ധരിച്ചില്ല, കാണിക്കാൻ സാധിച്ചിട്ടുമില്ല.
ഒരിക്കലും കാണിക്കാൻ സാധ്യവുമല്ല. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമേ ഉള്ളൂ. അഹ്മദിയ്യ ജമാഅത്തിന്റെ രണ്ടാം ഖലീഫ ഹദരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു അത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എഴുതിയിരിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ ഏതെല്ലാം പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ടോ ആ ചരിത്രം മുഴുവനും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ആ പ്രവാചകന്മാരിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ അതെല്ലാം മുഹമ്മദ് നബിയിൽ റസൂൽ തിരുമേനിയിലും റസൂൽ തിരുമേനിയുടെ കാലഘട്ടത്തിലും റസൂൽ തിരുമേനി അഞ്ചരന്മാരിലും റസൂൽ തിരുമേനി ദീനിലും ഉമ്മത്തിലും സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് ദീർഘദർശനം എന്ന നിലയിൽ, എക്സാമ്പിൾ എന്ന നിലയിൽ, ഉദാഹരണം എന്ന നിലയിൽ, സിംബോളിക് എന്ന നിലയിൽ, പ്രതീകമാക്കാൻ എന്ന നിലയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആവിഷ്കരണമാണ് ഖുർആനിൽ മുഴുവനുള്ളത്. സൂറ യൂസുഫ് മുഴുവൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രമാണ്. അത് വളരെ വിശാലമായിട്ടുള്ള, ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന സമയമില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൂസുഫിനെ കാണണമെങ്കിൽ എന്നെ നോക്കിക്കൊള്ളു. ഇപ്പോൾ ഞാൻ ഓടി വെച്ച സൂറ, ആ സൂറ ഇൻശിറാഹാണ്. അഹ്മദിയ്യ ജമാഅത്തിന്റെ രണ്ടാം ഖലീഫ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് പറയുന്നു, സൂറ ഇൻശിറാഹ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യ ജീവിതത്തിന്റെ ചരിത്രമാണ്. 23 വർഷക്കാലമുള്ള ജീവിതത്തിന്റെ ചരിത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ പ്രയാസവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ സൂറ ഇൻശിറാഹ് പാരായണം ചെയ്യുക. കാരണം ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി, പരീക്ഷണങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു പോയത്, പ്രവർത്തിച്ചത്, എന്നിട്ട് ജയിച്ചത്. അത് സൂറ ഇസ്രായിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നാം ഏറ്റവും അധികം പ്രതിസന്ധി എന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ പ്രതിസന്ധികളെ സംബന്ധിച്ചെല്ലാം തന്നെ ഇന്നലെ ഞാൻ നടന്ന പ്രശ്നങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്നും ഒരു സമുദായം എന്ന നിലയിലും വ്യക്തിപരമായ നിലയിലും വളരെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനിയുടെ പ്രതിസന്ധിയും പരീക്ഷണങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ, പ്രയാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധി അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം ഈ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അധ്യാപനം കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ സൂറ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അല്ലാഹു ഒന്നാമതായിട്ട് പറയുന്നത്, അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക. ഓ നബി, താങ്കളുടെ മനസ്സിനെ, ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? താങ്കളുടെ മുതുകിനെ ഞെരുക്കിയിരുന്ന, നട്ടെല്ല് മുടിക്കുന്നതിലുള്ള ആ മഹാഭാരം നാം ലഘൂകരിച്ചു തരികയും ചെയ്തില്ലേ? എന്തായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ ഇടുക്കിയിരുന്ന, മുതുകിനെ ഞെരുക്കിയിരുന്ന ഭാരം? ആ ഭാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ നുബുവത്തായിരുന്നു. ഏതൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ദൈവത്തിനായി ഉപയോഗിക്കുന്നത്? ഇരുണ്ട കാലഘട്ടം. ഡാർക്ക് ഏജ് എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ എഴുതിയ, തമോയുഗമെന്ന് ഭാരതീയ ചരിത്രകാരന്മാർ എഴുതിയ, ജമാഅത്തുൽ ജാഹിലിയ്യ, കിരാന യുഗമെന്ന് അറബി ചരിത്രകാർ വിശേഷിച്ച കാലഘട്ടം. ഇത്രത്തോളം മനുഷ്യൻ അനുഭവിച്ചൊരു കാലഘട്ടം ലോക ചരിത്രത്തിലില്ല. ആ കാലഘട്ടത്തിലാണ് നിർത്തലാകുന്നത്. എന്തിനാണ് നിർത്തലാകുന്നത്?
യുസക്കി, ഇങ്ങനെയുള്ള ജനതയെ പരിഷ്കരിക്കാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രസിദ്ധീകരിച്ചു. യുസക്കി, ആ അസംസ്കൃത പദാർത്ഥങ്ങൾ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി, കിതാബ, അവർക്ക് അക്ഷരജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വേദജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി, വൽ ഹിക്മത്ത, യുക്തിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി, ഈ നബി വരുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ വിയോജിക്കുന്നതിന് മുമ്പ് വളരെയേറെ അപസ സഞ്ചാരം ചെയ്യുന്ന, മാർഗഭ്രംശം സംഭവിച്ച, അധപതനത്തിന് അകാല ഗർത്തം വരെ ആപതിച്ച ഒരു ജനസഞ്ചയമായിരുന്നു അവർ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. അധപതനത്തിന്റെ അകാല ഗർത്തത്തോളം ആപതിച്ച ഒരു ജനസഞ്ചയത്തെ കേവലം 2 ദശവത്സരങ്ങൾ കൊണ്ട് ഉത്കർഷത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലെത്തിച്ച മുഹമ്മദ് ലോക ചരിത്രത്തിൽ പരിഷ്കർത്താക്കളിൽ അതീവീയനാണ്. എത്രമാത്രം! അതും ഈ പരിഷ്കരണം സാധ്യമായത് 2 ദശവത്സരങ്ങൾ കൊണ്ട്, 20 കൊല്ലം കൊണ്ട്, 23 കൊല്ലം കൊണ്ട്. എത്രമാത്രം വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയത്! അത് എത്രമാത്രം ശ്രമകരമായ പ്രവൃത്തിയായിരുന്നു! എത്രമാത്രം പ്രയത്നമുള്ള, വിശ്രമമില്ലാത്ത പ്രവൃത്തി കൊണ്ടാണ് ഇത്രയും വേഗത്തിലുള്ള, ഇത്രയും വിശാലമായ, വിപുലമായ ഒരു വിജയം ഉണ്ടാക്കി തീർത്തത്. അതിന് എനിക്ക് സാധ്യമാണോ? ഞാനൊരു അർഹനാണ്. ഞാൻ സാധാരണ മനുഷ്യൻ. ഞാൻ ദരിദ്രനായി ജനിച്ചു, അനാഥനായി ജനിച്ചു, ദരിദ്രനായി വളർന്നു, ആടും മേടിച്ച് ജീവിച്ചു. ഒരു വിധവാ പെണ്ണിന്റെ കൂലിക്കച്ചവടം ചെയ്ത് കാലയാപനം ചെയ്യുന്ന മനുഷ്യൻ. യാതൊരുവിധ സ്വാധീനവും എനിക്കില്ല ജനങ്ങൾക്കിടയിൽ. യാതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, യാതൊരു ബിരുദവും നേടിയിട്ടില്ല. അങ്ങേയറ്റം സാധുവായ, സാധാരണക്കാരിൽ സാധുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനായ എന്നിൽ ഇത്രയും വലിയ അമാനത്തെ പറ്റി വേറെ പറയുന്ന നമുക്ക് ഞാൻ സ്വീകരിക്കുന്നില്ല. പർവ്വതങ്ങളും ആകാശവും ഭൂമിയും ഒക്കെ തിരസ്കരിച്ചാണ് എടുക്കാൻ കൂട്ടാക്കാത്ത അമാനത്ത്, അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നിർവഹിച്ചുകൊണ്ട് അമീനാകാൻ എനിക്ക് സാധ്യമാണോ? അതിന് മാത്രം എനിക്ക് വല്ല കഴിവുമുണ്ടോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വേവലാതി. ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു അടുത്ത് പറഞ്ഞു, എനിക്ക് പുറപ്പെട്ടു പോവുക. നമ്മുടെ മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നു, ജിബ്രീലിനെ കണ്ട് പേടിച്ചു വരാണ്. അതേ മുഫസ്സിറുകൾ അവിടെ തഫ്സീറുകൾ എഴുതിയിരിക്കുന്നു, 4 വയസ്സ് മുതൽക്ക് ജിബ്രീലുമായിട്ട് ബന്ധമുണ്ട്. ഹലീമ സാരിയുടെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന കാലത്ത് ജിബ്രീൽ നിക്കാലം വന്നിട്ട് കീറി പലതും പുറത്തെടുത്ത്, പലതും അകത്തെടുത്ത്. അന്ന് മുതൽക്ക് ജിബ്രീലുമായി നിരന്തരം ബന്ധപ്പെടുന്നു. 4 വയസ്സ് മുതൽ നിരന്തരമായി ജിബ്രീലുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ 40-ാം വയസ്സിൽ ജിബ്രീലിനെ കണ്ടുപിടിക്കുന്നു. പരസ്പര വിരുദ്ധമായ തഫ്സീറാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതല്ല, തന്റെ ഉത്തരവാദിത്വ ബോധമാണ്. ഇത് ഭംഗിയായി, ശുഭപരിഭാഷയായി നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നായിരുന്നു. അത് അല്ലാഹു തആല അദ്ദേഹം സാധിപ്പിച്ചു കൊടുത്തു. ആ മനസ്സിന്റെ ഇടുക്കവും ആ മുതുകിന്റെ ഞെരുക്കവും നാം ലഘൂകരിച്ച് എളുപ്പമാക്കി ക്ഷിപ്രസാധ്യമാക്കി തീർത്തുവെന്നാണ് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക, നിന്റെ ഞെരുക്കിയിരുന്ന ഭാരം നാം ലഘൂകരിക്കുക മാത്രമല്ല, നിന്നെ വിജയിപ്പിക്കുകയും ചെയ്തു. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സകല മനുഷ്യരാശിക്കും, സകല മണ്ഡലങ്ങളിലും മേഖലകളിലും ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന സർവർക്കും ഉദാത്തമായ ജീവിത മാതൃക, വിജയത്തിന്റെ മാതൃക ലോകത്ത് വിട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. അടുത്ത ആയത്തിൽ അതാണ് പറയുന്നത്.
ആ മഹാത്മാവിന്റെ പ്രവർത്തന രംഗം ബഹുമുഖങ്ങളായിരുന്നു. ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങൾ, ഇത്രയും ബഹുവിധങ്ങളായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് വിജയിച്ച ഒരു പ്രവാചകന്റെ മറ്റുള്ളവർക്ക് പോട്ടെ ഒരു പ്രവാചകന്റെ ചരിത്രത്തിലില്ല. അദ്ദേഹം വിഹരിച്ച പ്രവർത്തിച്ച എല്ലാ രംഗങ്ങളിലും വ്യക്തിഗതമായ മാതൃക ഖിയാമത്ത് വരെ വിട്ടേച്ചു പോയി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അല്ലാഹു റസൂൽ ഉത്തമമായ മാതൃകയുണ്ട്. മാത്രമല്ല വിസ്മരിക്കാൻ സാധ്യമല്ലാത്ത മാതൃകയുണ്ട്. അതാണ് വറഫഅനാ ലക ദിക്റക, നിന്റെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു. ഖിയാമത്ത് വരെ നിന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഒരു സേനാനായകൻ നിന്നെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും ഉദാത്തമായ നിലയിൽ സൈന്യത്തെ നയിച്ചു. ഒരു ന്യായാധിപൻ അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയ്ക്കും മാതൃകാപരമായ നിലയിൽ അദ്ദേഹം ന്യായവിധി നടത്തി. ഒരു ഭരണകർത്താവിന് അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും നല്ല നിലയിൽ അദ്ദേഹം ഭരണം നടത്തി. ഒരു മതപ്രബോധകന് അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. ഒരു മിഷണറിക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും ഉന്നതമായ ഉത്കൃഷ്ടമായ രീതിയിൽ അദ്ദേഹം മിഷണറി പ്രബോധനം നടത്തി. ഒരു അധ്യാപകനെ അദ്ദേഹം വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും മാതൃകാപരമായ അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം അധ്യാപനം നടത്തി. ഒരു കച്ചവടക്കാരനെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും ഉന്നതമായ നിലയിൽ അദ്ദേഹം സത്യസന്ധമായ നിലയിൽ അദ്ദേഹം കച്ചവടം ചെയ്തു. ഒരു പിതാവിനെ അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും ഉത്കൃഷ്ടമായ രീതിയിൽ അദ്ദേഹം മക്കൾക്ക് ശിക്ഷണവും ദ്രവ്യവും എല്ലാം പുറത്തു വളർത്തി. ഒരു ഭർത്താവിനെ അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യമല്ല. അത്രയും ഉത്കൃഷ്ടമായ രീതിയിൽ മാതൃകാ ഭർത്താവായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു, ദാമ്പത്യ ജീവിതം നയിച്ചു. അദ്ദേഹം പറയുന്നു നിങ്ങൾ ഉത്തമ നിങ്ങളുടെ ഭാര്യമാരോട്, പത്നിമാരോട്, സഹധർമ്മിണികളോട് ഉദാത്തമായി പെരുമാറുന്നവനാണ്. ഞാനെങ്ങനെ പെരുമാറുന്ന മതി. ഞാൻ വളരെ ഉദാത്തമായിട്ടാണ് ജീവിക്കുന്നത്. ഡോക്ടർ സാർ വില്യം മ്യൂർ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, 8 ഭാര്യമാർ, ഇത്രയും അധികം ഭാര്യമാരോട് കൂടി ഇത്രയും മമതയിലും സൗഹാർദ്ദത്തിലും നീതിയിലും യാതൊരു കളങ്കവുമല്ലാതെ എങ്ങനെ മുഹമ്മദ് പൊരുത്തപ്പെട്ട് ജീവിച്ചു എന്നത് ഇന്ന് നമ്മെ ആശ്ചര്യപരന്തരാക്കുന്ന വസ്തുതയാണ്. അതാണ് ദാമ്പത്യ ജീവിതം. അപ്പോൾ എല്ലാ രംഗത്തും അതേ വ്യക്തിഗതമായ മാതൃക ലോകത്ത് വിട്ടേച്ചുകൊണ്ട് ഒരു നാളും ഒരാൾക്കും വിസ്തരിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതമായിരുന്നു അത്. അതാണ് ബറഫഅനാലക ദിക്റക. എല്ലാ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ എല്ലാ രംഗത്തും ആളുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ പറയുന്നത് തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ തന്നെയാണ് എളുപ്പം. പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം. നമ്മുടെ മുഫസ്സിറുകൾ എന്ത് പറയുന്നത്? ഒരു പ്രയാസം പിന്നെ എളുപ്പം, പിന്നെ ഒരു പ്രയാസം പിന്നെ എളുപ്പം. എപ്പോഴാണ് ഉണ്ടായത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയാസരഹിതമായ, സുഖകരമായ, സന്തോഷകരമായ, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം എന്തായിരുന്നു? ഈ പറഞ്ഞതുപോലെ 8 ഭാര്യമാർ, മക്കളും മരുമക്കളും പേരമക്കളുമുള്ള വലിയൊരു കുടുംബം. നമ്മൾക്കിപ്പോൾ അണു ഫാമിലിയാണ്, ന്യൂക്ലിയർ ഫാമിലി. ഈ ഒരു ചെറിയ ഫാമിലിയെ പോറ്റാൻ നമ്മളിവിടെ പാട് നമുക്കറിയാം. ഇത് ഇത്രയും മക്കളും ഭാര്യയും ഒക്കെ ഉള്ള വലിയ കുടുംബം. അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യേണ്ടതില്ലേ? ആയിരക്കണക്കിൽ 10,000-കണക്കിൽ ശിഷ്യന്മാർ, അവർക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണ്ടേ? അതിനിടയിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വരുന്ന ആളുകൾ അവരെ ആദരിക്കുന്നു, ഉപചരിക്കുന്നു, സൽക്കരിക്കുന്നു, അവർക്ക് പഠിപ്പിക്കുന്നു. അതിനിടയിൽ യുദ്ധങ്ങൾ വരുന്നു.
ഭയങ്കരമായ യുദ്ധങ്ങൾ, നിലച്ചിരിക്കാത്ത യുദ്ധങ്ങൾ വരുന്നു. യുദ്ധം വരുമ്പോൾ അതിന് സൈന്യത്തെ ശേഖരിക്കണം, ആയുധം ശേഖരിക്കണം, വാഹനം ശേഖരിക്കണം, സൈന്യത്തിന് കോച്ച് കൊടുക്കണം, സൈന്യം ശേഖരിക്കണവർക്ക് കോച്ചിങ് കൊടുക്കണം. എന്നിട്ട് സൈന്യത്തെ വിട്ടിട്ട് ഇവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇന്നത്തെ ഭരണകൂടങ്ങളെ പോലെ താൻ തന്നെ മുന്നിൽ ഇറങ്ങിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫീൽഡിൽ ഇറങ്ങുന്നു, ഫീൽഡിൽ ഇറങ്ങിയാൽ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിൽ പലരും മുറിവേൽക്കുന്നു. മുറിവേറ്റവരെ ശുശ്രൂഷിക്കണം, പരിചരിക്കണം. പലരും ശഹീദാകുന്നു. അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കണം. അവരുടെ അനാഥ കുട്ടികളെ ഏറ്റെടുത്ത് പരിപാലിക്കണം. അവരുടെ വിധവകളെ സംരക്ഷിക്കണം. എത്രമാത്രം ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഇടയിൽ രാജാക്കന്മാർക്ക് കത്തുകൾ അയക്കുന്നു, ദൗത്യ സംഘങ്ങളെ സ്വീകരിക്കുന്നു, ദൗത്യ സംഘങ്ങളെ അയക്കുന്നു, തർബീയത്തിനാളെ നിശ്ചയിക്കുന്നു, താലീമിനുള്ള ആളെ നിശ്ചയിക്കുന്നു. ഇതെല്ലാം ഒരു മനുഷ്യനാണ്. പല സെക്രട്ടറിമാരൊന്നുമില്ല. എല്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഒരേ മനുഷ്യനാണ്. ആ മനുഷ്യൻ എല്ലാ വിധത്തിലും പ്രവർത്തിച്ചു. ആ പ്രവർത്തനം എത്രമാത്രം ശ്രമകരമാണ്, പ്രയാസകരമാണെന്ന് നടക്കുന്ന ധാരാളം പ്രയാസമാണ്. എല്ലാ പ്രയാസമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ആ തിരുമേനി സല്ലാസം തിരുമേനി ഈത്തപ്പന ഇവിടെ ഓല കൊണ്ട് ഉണ്ടാക്കിയ ഈച്ചപ്പായിൽ കിടന്നിറങ്ങി പലവിധത്തെ ഗോതമ്പത്തിന്റെ വട്ടിരുന്ന് ജീവിതം കഴിച്ച ആ മഹാപുരുഷൻ തന്റെ യോഗത്തിന് ശേഷം റൊട്ടി ചുടുന്ന അവസരത്തിൽ കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് എല്ലാം ചോദിക്കുന്നു, ആയിഷ എന്തിനാണ് കരയുന്നത് മകളോട്? അപ്പോൾ ആയിഷ അള്ളാൻ പറയാണ്, ഇത്രയും മിനുസമുള്ള റൊട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ജീവിതത്തിൽ എവിടെ എളുപ്പം, എവിടെയാണ് സൗകര്യം, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതാണ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം. ഏതൊരു പ്രവൃത്തി നിരന്തരം ചെയ്യുന്നുവോ ആ പ്രവൃത്തി എളുപ്പമായി തീരുന്നു. ഇപ്പൊ ചുമടെടുക്കുന്ന ആളുകളുണ്ട്, അവിടെ നമുക്കെല്ലാം അറിയാലോ, അവരുടെ ആരോഗ്യമാണ് എല്ലാവരും ചുമടെടുക്കുന്നത്. അത് അവർക്ക് അഭ്യാസമായി. നിത്യാഭ്യാസം ആനയെടുക്കുന്നു പറയാറുണ്ട്. അത് ദിവസം എടുത്താൽ ആനയെടുക്കാൻ സാധിക്കും. സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. അവരെത്ര വേഗത്തിലാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ പറയുന്ന മാതിരി ചോറ്, പലഹാരം, ചായ എല്ലാം ഉണ്ടാക്കിത്തരാം. നമ്മളൊന്നും ഉണ്ടാക്കുക, കയ്യെല്ലാം പൊള്ളി, മേലെല്ലാം പൊള്ളി, പുക പിടിച്ച് ആൾ ഹലാക്കായി. എന്നാലോ അത് ഉപ്പോ മുളകോ എന്തോ പോരായി, അല്ലെങ്കിൽ ഏറെ അല്ലെങ്കിൽ എന്തെങ്കിലും അത് അവര് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് ഉണ്ടാക്കി തരും. അത് അവരെ നിരന്തരം ശീലിച്ചത് കൊണ്ടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലാ പ്രവർത്തനങ്ങളും ബഹുവിധങ്ങളായ ബഹുമുഖങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളും നിരന്തരം ചെയ്തു. നിരന്തരം ചെയ്യുക നിമിത്തം അദ്ദേഹത്തിന് ആ എല്ലാ പ്രവൃത്തിയും ക്ഷിപ്രസാധ്യമായി തീർന്നു, എളുപ്പമായി തീർന്നു. അതാണ്ടായത്, പ്രയാസകരമല്ലാതായി തീർന്നു. അതാണ് ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞ ഉദ്ദേശം. അതാണ് ആ പ്രയാസരഹിതമായി തീർന്നു, പ്രയാസമില്ലാത്തതായി തീർന്നു. അങ്ങനെ അദ്ദേഹം നിരന്തരമായി പ്രവർത്തിക്കുന്ന നിമിത്തം എല്ലാം തന്നെ അദ്ദേഹത്തിന് എളുപ്പമായി തീർന്നു. ആ പ്രയാസമുള്ള എല്ലാ പ്രവൃത്തി അദ്ദേഹം വിജയത്തിലെത്തിക്കുകയും ചെയ്യും. ഈ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഇത്രയും വേഗത്തിലുള്ള വിജയം ഉണ്ടായിത്തീർന്നത്. പിന്നെ പറയുന്നത് ഫൈദാ പറയത്ത ഹംസ, ഞാൻ ശരി പറയാം, നീ ഈ പണി വിട്ടാൽ വേറെ പണിയെടുക്കുന്നു. വൈകുന്നേരം വരെ നിരന്തരമായ പണി. അള്ള തന്നെ പറയുന്നത് ഇന്നലക്ക ഭിന്നഹാരി സർവം പറയില്ല, പകല് മുഴുവനും നിനക്ക് എടുത്താൽ തീരാത്ത പണിയുണ്ട്, വിശ്രമമില്ലാത്ത പണിയുണ്ട്. അത്രയും പണി വൈകുന്നേരം വരെ എടുക്കുകയാണ്.
ആ മനുഷ്യനോട് പറയാൻ നീ വേറെ പണിയെടുക്കുന്നു. അതായത് നിന്റെ ഈ പ്രവൃത്തി കഴിഞ്ഞാൽ നീ എൻ്റെ മുമ്പിൽ വന്ന് കിട്ടുക. നീ ചെയ്തു വെച്ച എല്ലാ പ്രവൃത്തിയും വിജയിപ്പിക്കേണ്ടവൻ ഞാനാണ്. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ പ്രവർത്തന റിപ്പോർട്ട് കിട്ടണം. വൈകുന്നേരം നേരം കൊടുക്കുന്നത് പല ദിവസങ്ങളും അദ്ദേഹം നേരം പുലർന്നുവരെ നമസ്കരിച്ചു. അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രവൃത്തിയെ പറ്റി പറഞ്ഞു. ഞാൻ എന്നാൾക്കായി ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിജയപര്യവസായി ആക്കി തീർക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് നീയെ അതിന് വിജയിപ്പിച്ചവരെ നീ അതിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ മുഴുവൻ കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരുന്നു. ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ ബദറിലെ രണാങ്കണത്തിൽ തൊട്ട് സ്ഥാപിച്ച ഹൈമയിൽ ടെന്റിൽ നേരം വരുന്നവരെ അദ്ദേഹം ദ്വായിലും റുക്കൂലും സാഷ്ടാംഗ പ്രണാമങ്ങളിൽ കഴിച്ചു കൂട്ടി. അദ്ദേഹത്തിന്റെ സുജൂദ് ഗാഹ് ആ മഹാപുരുഷന്റെ സുജൂദ് ഗാഹ് കണ്ണീരുകൊണ്ട് തലകെട്ടി അദ്ദേഹം ദ്വാ ചെയ്തു. എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഈ ദുർബലരായ 313 ആളുകൾ, വേണ്ടത്ര ആയോധന വിദ്യ പഠിച്ചിട്ടില്ലാത്തവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ പട്ടിണി പാവങ്ങൾ, ഇവരെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്റെ കലിമത്ത് തൗഹീദിനെ ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ ആളുണ്ടാവും. നിന്റെ റസൂലിന്റെ റിസാലത്ത് ലോകത്ത് പ്രബോധനം ചെയ്യാൻ ആളുണ്ടാവും. ഇതായിരുന്നു വേവലാതി ഉൾക്കണ്ട. പകല് മുഴുവനും പണിയെടുക്കും. ആ പണിയെപ്പറ്റിയാണ് പറഞ്ഞത്. ആ പണിയെപ്പറ്റി അള്ളാഹു കണ്ടപ്പെടുന്നു. അവര് അല്ലാതെ മോമിന് അവർ മോമിനികളായി തീരാൻ വേണ്ടി അല്ല താങ്കളുടെ വ്യക്തിത്വത്തെ താങ്കളെ നശിപ്പിച്ചു കളയുമോ അള്ളാഹു കണ്ടപ്പെടുന്നു. ആദ്യമുള്ള പ്രവൃത്തിയാണ് അത് കഴിഞ്ഞിട്ട് രാവും ഈ പ്രവൃത്തി. അപ്പോൾ വിശ്രമം ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിശ്രമം എന്ന വാക്കിന് അർത്ഥമില്ല. വിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്കുള്ള മാറ്റം എന്നാണ് എന്നർത്ഥം. ഇപ്പൊ കുറെ നേരം നടക്കുമ്പോൾ ഇരിക്കൽ വിശ്രമം, കുറെ നേരം ഇരിക്കുമ്പോൾ നടക്കലാ വിശ്രമം, കുറെ നേരം കാറിൽ യാത്ര ചെയ്യുമ്പോൾ നടക്കൽ വിശ്രമമാണ്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് മാറുന്നതോ അതിനാണ് വിശ്രമം എന്ന് പറയുന്നത്. അപ്പൊ മകലഞ്ചോളം ഈ പ്രവൃത്തി ചെയ്തു, പകൽ മുഴുവൻ ഈ പ്രവൃത്തി ചെയ്തു, അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിജയം ഉണ്ടായിത്തീരുന്നത്. അഹമ്മദിയാവുമായത്തിന്റെ ദിവസാവുകൾ അദ്ദേഹം തഹ്മൂൽ ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുകയാണ്, മലക്കുകൾ ഇറങ്ങി അദ്ദേഹത്തെ സഹായിച്ചു. എങ്ങനെയുള്ള സഹായം? ലോകത്ത് ഉണ്ടായിട്ടില്ലാത്ത, ആർക്കും നിരൂപിക്കാൻ കഴിയാത്ത സഹായമാണ് ചെയ്തത്. ആ കണ്ണീരിന്റെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി, ആ ഓരോ സുജൂദിന്റെയും ദേവനാഥിയുടെയും ഫലമായി അത്ഭുതകരമായ വിജയത്തിൽ കൊടുത്തു മാറിക്കുന്നുണ്ട്. ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം പറയുന്നു, അത് ചരിത്രത്തിൽ തുകയില്ലാത്ത സഹായവും വിജയമാണ്. വലക്കത് നസറക്കമുള്ള ബദലിമാർക്കുമില്ല. ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ ബദൽ നാം നിങ്ങൾ സഹായിച്ചു. ആ സഹായം എത്രമാത്രം വലിയ ദൃഷ്ടാന്തമാണ്, പ്രകൃതി നിയമത്തിന് അതീതമാണ്. ഹദ്റത്ത് അഹ്മദ് ഖാദിയാനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്ത് 2 തരം പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പ്രവർത്തന വ്യവസ്ഥയുണ്ട്. ഒന്ന് ഖാനൂൻ ഫിത്റത്തിനിടയിൽ അറിയുന്ന പ്രകൃതി വ്യവസ്ഥ, പ്രാപഞ്ചിക വ്യവസ്ഥ. അതിനുപരിയായ ഒരു കുദറത്തിന്റെ വ്യവസ്ഥ അല്ലാഹുണ്ട്. അത്തരം ഒരു കുദറത്തിന്റെ വ്യവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ശക്തനായ ഫറവോയിൽ നിന്ന് ദുർബലനായ മൂസ ഒരിക്കലും രക്ഷപ്പെടുമായിട്ടില്ല. മൂസയുടെ ചരിത്രം കൂടാൻ പഠിപ്പിക്കും. പിന്നില് ഫിറോൻ സൈന്യം, മുന്നിൽ കടൽ, അല്ലെങ്കിൽ കല്ലിൽ ചാടി വയ്ക്കണം,
അല്ലെങ്കിൽ ഫറോവയുടെ പട്ടാളത്തിന്റെ ആക്രമണത്തിന്റെ ആവണം. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, കല്ല ഇന്നമായി റബ്ബി സേവി, എൻ്റെ കൂടെ റബ്ബുണ്ട്, അവൻ എനിക്ക് രക്ഷാമാർഗം തീർച്ചയായും കാണിച്ചു തരും. അതുപോലെ അതിർത്ത് മുഹമ്മദ് സമാസത്തിന്മേൽ ആ തിരുമേനിക്കുണ്ടായിരുന്നത് 313 സഹാബ പിടികളാണ് യുദ്ധത്തിലുണ്ടായിരുന്നത്. ദുർബലന്മാർ, അതിൽ 17 പേർ അടിമകളായിരുന്നു. അവര് വേണ്ടത്ര ആയുധമില്ല, പിടിമുറിഞ്ഞ വാളൊക്കെ ഉണ്ടായിരുന്നു. 5 കുതിര ആളുണ്ടായിരുന്നു. എന്നാൽ പ്രകൃതി നിയമം എന്ത് അനുശാസിക്കുന്നു? ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ പരാജയപ്പെടുത്തുക എന്താണ് പ്രകൃതി നിയമം. ഇവിടെ ശക്തിയില്ലാത്തവൻ ശക്തിയുള്ളവനെ പരാജയപ്പെടുത്തുന്നു. 3 ഇരട്ടിയിലധികം വരുന്ന സൈന്യമാണ് എതിരുള്ളത്. അവരാകട്ടെ ധീരശൂര പരാക്രമികളായിരിക്കുന്ന ആളുകൾ, എല്ലാ യുദ്ധങ്ങളും അറിയുന്ന ആളുകൾ, ഖാലിദ് വലീദിനെ പോലുള്ള ആളുകളെ മറുവശത്താണ്. അവരോടാണ് ഏറ്റുമുട്ടുന്നത്. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായവും കാനൂനുൽ ഫിത്രത്തിന് അതീതമായി കുദറത്തിന്റെ മറ്റൊരു വ്യവസ്ഥയുടെ പ്രകടനം മുഖേന മാത്രമേ അത്തരം വിജയം ലോകത്തുണ്ടായിത്തീരുകയുള്ളൂ. അങ്ങനെയുള്ള വിജയം ഉണ്ടാകുന്ന കാരണം ഈ വിധത്തിലുള്ള പ്രവർത്തനവും ഈ വിധത്തിലുള്ള പ്രാർത്ഥനയും കൊണ്ടാണ്. എങ്ങനെ ഇലാ റബ്ബിക പറഞ്ഞത്, റബ്ബുമായി അങ്ങോട്ട് എഴുകിച്ചേർന്നു. റബ്ബും ഖാലിഖും മഖ്ലൂഖും ഒട്ടിപ്പിടിച്ചു. അതിന്റെ ഫലമായി ഉണ്ടാക്കിയ ഏറ്റവും വലിയ അത്ഭുതകരമായ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പ്രവർത്തന മാതൃക അത് സ്വായത്തമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അന്ന് സഹാബത്ത് ചെയ്ത ത്യാഗം ഇന്ന് നാം ചെയ്യാൻ തയ്യാറാവണം. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്ന അല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വാമി ദയാനന്ദ സരസ്വതി ഈ ആയത്തിൽ കളിയാക്കിയിട്ടുണ്ട്. ദൈവവും ദേവന്മാരും അദ്ദേഹത്തിന് കീർത്തനം ചെയ്യുന്നത്രേ. എന്താണ് കീർത്തനം? യുസല്ലൂന അലൻ നബി, അല്ലാഹു സലാത്ത് ചെയ്തിരിക്കുകയാണോ? മലക്കുകൾ സലാത്ത് ചെയ്തിരിക്കുകയാണോ? അള്ളാഹുവിന്റെ സലാത്തിനകത്ത് രക്ഷാകരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു അള്ളാഹു. ആ പ്രവർത്തനം മലക്കുകളുടെ നടപ്പിലാക്കിച്ചതാണ് നസറക്കുമുല്ലാഹു ബിൽ എന്ന് പറഞ്ഞത്. ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഉപരോധ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് റസൂൽ തിരുമേനിയുടെ മേലെ നിരന്തരം ശരവർഷം നടത്തി. യുദ്ധത്തിൽ കുഴിയിലേക്ക് മടങ്ങി വീണു, പല്ലുപോയി. അമ്പുകൾ തുറയെ വന്നുകൊണ്ടിരുന്നു. സഹാബികളുടെ ശരീരം കൊണ്ട് അമ്പുകൾ തടുത്തു. അതവരുടെ സലാത്തായിരുന്നു. എഴുപതോളം അമ്പിന്റെ പാടുകൾ തൊള്ളാറുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നും അമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ രൂക്ഷമായ അമ്പുകൾ. അങ്ങനത്തെ അമ്പുകളെല്ലാം മാത്രം ഇന്ന് വരുന്ന അമ്പുകളാണ്. കാർട്ടൂണുകളായിട്ടും ഫിലിം പ്രദർശനങ്ങളായിട്ടും സാഹിത്യങ്ങളായിട്ടും ജോസഫ് അക്ബറും സൽമാൻ റുഷ്ദിയും ഫാദർ വേലപ്പനും ഫാദർ ഫണ്ടവും എല്ലാവരും അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അമ്പിനെ തളിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ മഹാപുരുഷൻ അള്ളാഹുവിൽ അനുഭവിച്ചയച്ചു. ആ മഹാപുരുഷനാണ് ഖാദിയാനി. 100 കൊല്ലത്തിലധികമായി 120 കൊല്ലമായി നിരന്തരം അമ്പുകൾ തടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും 80 ഗ്രന്ഥങ്ങളും അമ്പുകൾക്കുള്ള പരിചയമായിരുന്നു. അതിനെ തടുത്തു നിർത്താനുള്ള ഉപരോധ പ്രവർത്തനമായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും അതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും അതായിരുന്നു. ആ ജീവിതത്തെ സംബന്ധിച്ച്